നമ്മൾ മലയാളി സ്പെസിഫിക് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിംഗ് വീഡിയോ. അപ്പോൾ ഇൻവെസ്റ്റിംഗ് തുടങ്ങണം എന്ന് കരുതി ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഇരിക്കുന്നു, പക്ഷേ ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ആ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ഇൻവെസ്റ്റിംഗ് ഇൻക്ലൂഡിംഗ് സെറ്റിംഗ് അപ്പ് ഓഫ് എൻ അക്കൗണ്ട്. അപ്പോൾ 2026 തുടങ്ങുമ്പോൾ എല്ലാ ഡൗട്ട്സും മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റിംഗ് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ഇംഗ്ലീഷ് വീഡിയോസും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനും സാധിക്കില്ല. സോ ഒരു ബിഗിനർ മലയാളി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. കൃത്യമായിട്ടുള്ള ടൈം സ്റ്റാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചില കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അറിയാവുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഫുൾ വീഡിയോ കണ്ട് സമയം കളയാതെ വേണ്ട ഭാഗം മാത്രം കണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളൂ. പിന്നെ പല സ്ഥലത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന പോലെ 5000 രൂപ SIP തുടങ്ങിയാൽ, 1000 രൂപ SIP തുടങ്ങിയാൽ, 10000 രൂപ SIP തുടങ്ങിയാൽ നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കാം, 2 കോടി ഉണ്ടാക്കാം. ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യാനും ശ്രമിക്കുന്നതാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം 5 കീ ബുള്ളറ്റ് പോയിന്റ്സും കൂടെ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ മുഴുവൻ കാണാൻ താല്പര്യമില്ലാത്തതും സമയമില്ലാത്തതുമായിട്ടുള്ള ആളുകൾ ദയവ് ചെയ്ത് ആ അവസാനത്തെ 5 കീ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം താഴെ ടൈം സ്റ്റാമ്പിൽ ചെന്ന് നോക്കി കണ്ട് സ്ഥലം വിട്ടോളൂ. കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനോട് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 2 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ 2 ചോദ്യങ്ങളും ഇൻവെസ്റ്റിംഗുമായിട്ട് അത്രത്തോളം ബന്ധമില്ല എന്നൊക്കെ തോന്നിയേക്കാം, പക്ഷേ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടും. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്തണം. നിങ്ങളൊരു ഓട്ടോ പിടിക്കാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ ഓട്ടോ വരുന്നു. ആ ഓട്ടോയുടെ പേര് മിന്നുമോൾ. നിങ്ങൾക്ക് ആ പേര് തീരെ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഓട്ടോ വേണ്ടാന്ന് വെക്കുന്നു. വീണ്ടും നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. നോക്കുമ്പോൾ അടുത്ത ഓട്ടോ വരുന്നു. ആ ഓട്ടോയുടെ പേരാണ് രതീഷ്. ആ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേരുള്ള ഒരു ഓട്ടോ വരുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, സെയിം സെനാരിയോ. നിങ്ങൾ അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഓട്ടോ പിടിക്കാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഏകദേശം 20 കിലോമീറ്റർ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട്. പെട്ടെന്ന് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ധൈര്യമായിട്ട് കയറിക്കും, 5 മിനിറ്റ് കൊണ്ട് സ്ഥലത്ത് എത്തിച്ചേരാം. നിങ്ങൾ ആ ഓട്ടോയിൽ കയറുമോ? ഇങ്ങനെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇന്ന് ചോദിക്കുന്നില്ല. 2 ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ വരുന്ന വേറെ വീഡിയോസിൽ ഞാൻ ചോദിക്കാം. അപ്പോൾ ആൻസർ മനസ്സിൽ റെഡിയാക്കി വെച്ചോളൂ. നമുക്ക് ബാക്കി ടോപ്പിക്കിലേക്ക് കടക്കാം. ഓൾറൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. പക്ഷേ എന്തിന്? ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഞാൻ സ്ഥിരം പറയുന്ന ചായയുടെ എക്സാമ്പിൾ തന്നെ ഞാൻ ഇവിടെയും പറയാം. ഒരു 10 വർഷം മുമ്പ് വരെ 8 രൂപ കൊടുത്താൽ എനിക്ക് ഒരു ചായക്കടയിൽ പോയി ഒരു ചായ മാന്യമായിട്ട് കുടിക്കാം. പക്ഷേ ആ 8 രൂപ കൊണ്ട് ഇന്ന് ഞാനൊരു ചായക്കടയിൽ ചെന്നാൽ എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ചായ എക്സ്പെൻസീവായി, അതായത് ചായക്ക് വില കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ ആ 8 രൂപയുടെ ബൈയിങ് പവർ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബൈയിങ് പവർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 8 രൂപ അതിൻ്റെ ബൈയിങ് പവർ നഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ 8 രൂപയ്ക്ക് എനിക്ക് പണ്ട് വാങ്ങിച്ചു തരാൻ പറ്റുന്ന എന്താണോ അതിനെ ഇന്ന് എനിക്ക് വാങ്ങിച്ചു തരാൻ ആ 8 രൂപയ്ക്ക് സാധിക്കുന്നില്ല. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാരണമാണ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 8 രൂപയുടെ ബൈയിങ് പവർ കുറഞ്ഞതായാലും ചായയുടെ വില കൂടിയതായാലും അതല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആയാലും, ഈ 3 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് 3ഉം ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ 3 കാരണങ്ങളിൽ ഒന്നിലും നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഈ 8 രൂപ നമ്മൾ എവിടെയെങ്കിലും പോയി നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ 8 രൂപ മേ ബി 10 രൂപയാകാം, അല്ലെങ്കിൽ 20 രൂപയാകാം, അതല്ലെങ്കിൽ 30 രൂപയാകാം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത 8 രൂപ 30 രൂപയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഈ 30 രൂപ കൊണ്ട് ഞാനൊരു ചായക്കടയിൽ ചെന്നാൽ എനിക്കൊരു ചായയും വാങ്ങിച്ചു കുടിക്കാം. മേ ബി കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ബാക്കിയും കാണും. അപ്പോൾ വീണ്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ വർഷവും 8% ഇൻഫ്ലേഷൻ എന്ന് കരുതുക. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പണത്തിൻ്റെ ബൈയിങ് പവറിനെ 8% ഇത് താഴോട്ട് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ വർഷവും 8% ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വന്നാൽ ആ പണത്തിൻ്റെ ബൈയിങ് പവർ, അതല്ലെങ്കിൽ ആ 8 രൂപ 10 രൂപയായാൽ അത് 8% താഴോട്ട് പോയതിനെ തിരികെ 8% മുകളിലോട്ട് കൊണ്ടുവരാനും എൻ്റെ പണത്തിൻ്റെ ബൈയിങ് പവർ നഷ്ടപ്പെടാതിരിക്കാനും എനിക്ക് സാധിക്കും. ആ 8 രൂപയുടെ ബൈയിങ് പവർ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 10 രൂപയോ 11 രൂപയോ ആയിക്കഴിഞ്ഞാൽ പണ്ട് ആ 8 രൂപയ്ക്ക് വാങ്ങിച്ചു തരാൻ സാധിച്ച അതേ സാധനം എൻ്റെ കയ്യിൽ ഇന്നിരിക്കുന്ന ആ പണം കൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ വറി ചെയ്യേണ്ട.
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം കുറച്ച് ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് വാങ്ങിച്ചു തന്നിരുന്ന അതേ സാധനം ഇന്ന് ആ ഗ്രോ ചെയ്ത പണത്തിന് നമുക്ക് വാങ്ങിച്ചു തരാൻ സാധിക്കും. സിമ്പിൾ. അപ്പോൾ അങ്ങനെ ശരിയായ സ്ഥലത്ത് നമ്മുടെ പണം കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് വാങ്ങിച്ചു തരാൻ സാധിച്ചിരുന്ന അതേ സാധനം, അത് ഒരു സാധനമായിരിക്കാം, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, എന്തുമായിരിക്കാം, ഒരു സർവീസ് ആയിരിക്കാം, എന്തുമായിരിക്കാം, അതേ സാധനം ആ പണം കൊണ്ട് ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന അത്രയും ലെവലിൽ ആ പണത്തിനെ വളർത്തിയെടുക്കുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും എക്സാമ്പിൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം, 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഞാൻ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ പോവാണ്, 8 രൂപ എൻ്റെ കയ്യിലുണ്ട്. അന്ന് ചായ കുടിക്കാതെ ആ 8 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം എന്നാണോ ഞാൻ പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. അന്ന് 8 രൂപ കൊടുത്ത് നിങ്ങൾ ധൈര്യമായിട്ട് ചായ വാങ്ങിച്ച് കുടിക്കാം. പക്ഷേ വേറെ ഒരു 8 രൂപയോ അതല്ലെങ്കിൽ വേറെ ഒരു 4 രൂപയോ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ ശീലിക്കണം. 10 വർഷം മുമ്പത്തെ കഥ മാത്രമല്ല, ഇപ്പം ഇന്നത്തെ കഥയാണെങ്കിലും ഇന്ന് നമ്മൾ 20 രൂപ കൊടുത്തായിരിക്കും ചിലപ്പോൾ ഒരു ചായ കുടിക്കുന്നത്. ആ ചായ ഇന്ന് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ആ 20 രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല, നമുക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ പോയി ചായ കുടിക്കുക. ഒരു മാസത്തിൽ ഒരു നിശ്ചിത തുക നമ്മൾ ഇൻവെസ്റ്റിങ്ങിലേക്കും കൂടെ മാറ്റി വയ്ക്കുക. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും മാറ്റി വെച്ച് പണം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. ചെറിയൊരു പോർഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പണം ഗ്രോ ചെയ്ത് ഭാവിയിൽ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ചായ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞതാണ്. അതിന് പകരം നമുക്ക് മെഡിസിൻ തൊട്ട് വീട് തൊട്ട് ഗ്രോസറി തൊട്ട് ട്രിപ്പിന് പോകുന്ന എക്സ്പെൻസ് തൊട്ട് സ്കൂൾ ഫീസ് തൊട്ട് എന്ത് കാര്യം കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത കാര്യം, അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഈ ലേറ്റ് ആയി പോയി എന്നൊരു സംഭവം തന്നെ ഇല്ല. കാരണം നമ്മളിൽ ഓരോ ആളുകളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേണിയാണ്. 20ാമത്തെ വയസ്സിൽ ഒരുപാട് ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള മേ ബി 10% താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ 20ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെയൊക്കെ സാഹചര്യം കൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം തികഞ്ഞില്ല എന്ന് വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് ലോൺ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതകൾ ഉണ്ടായേക്കാം. അതെല്ലാം എനിക്കറിയാം. സോ ഇതൊന്നും ഈ പറയുന്ന അത്ര എളുപ്പമല്ല എന്നും എനിക്കറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് 20ാമത്തെ വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, 25ാമത്തെ വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, 30ാമത്തെ വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏത് പ്രായമാണെങ്കിലും. ഇനി അത്യാവശ്യം മോശമില്ലാത്ത സാലറി കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒട്ടും മെച്ചം വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ പണം അൺകൺട്രോൾഡ് ആയിട്ട് എവിടെയെങ്കിലും ചിലവാക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മേ ബി അതിൻ്റെ കൂടെ തന്നെ ഇൻകം കൂട്ടാനും കൂടെ ശ്രമിക്കുക. ഇനി ലേറ്റ് ആയി പോയി എന്ന് തോന്നുന്ന ആളുകളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ചോയ്സ് പറയുകയാണ്, നിനക്ക് ഒരുപാട് മണിക്കൂറുകളൊന്നും ആളുകളോട് സംസാരിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കാര്യം മാത്രം എല്ലാ ആളുകളോടുമായിട്ട് പറയാം, അന്ന് അതോടുകൂടി നിന്റെ ചാനൽ അടച്ചു പൂട്ടും, അതിനുശേഷം ഒരാളോടും നിനക്ക് ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും അവസാനമായിട്ട് ഒരേ ഒരു കാര്യം മാത്രമായിരിക്കും പറയുന്നത്. ആ സിമ്പിളായിട്ടുള്ള കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് സാലറി കിട്ടുന്ന ദിവസം അതല്ലെങ്കിൽ നമുക്ക് ഇൻകം കിട്ടുന്ന ദിവസം ആദ്യം തന്നെ ഒരു 100 രൂപയോ 200 രൂപയെങ്കിലും എവിടെയെങ്കിലും മാറ്റി സേവോ ഇൻവെസ്റ്റോ ചെയ്യാൻ ശ്രമിക്കുക. അത് എത്ര എമൗണ്ട് ആണ് എന്നുള്ളതിന് റിലവൻസേ ഇല്ല. ആ ഒരു ശീലം ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇത് വളരെ വളരെ സില്ലിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ സത്യത്തിൽ ഇത് ലൈഫ് ചേഞ്ചിങ് ആണ്. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സാലറി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വായുവിൽ എഴുതി കൂട്ടും, റെന്റ് ഇത്ര, ഗ്രോസറി ഇത്ര, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഏകദേശം എൻ്റെ കയ്യിൽ ഇത്ര പൈസ കാണും, അത് എൻ്റെ അക്കൗണ്ടിൽ ബാക്കി കാണും, അത് നമുക്ക് സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമ്മൾ വായുവിൽ എഴുതി കൂട്ടും. ഈ മനക്കണക്ക് പരിപാടി ആദ്യം നിർത്തി നമുക്ക് സാലറിയോ ഇൻകമോ ആദ്യം കിട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് പണം മാറ്റി വെക്കാൻ ശ്രമിക്കുക. ആ കുറച്ച് പണം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള പണം ഇഷ്ടം പോലെ നിങ്ങൾ സ്പെൻഡ് ചെയ്തോളൂ. നിങ്ങൾ പണവുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ കാര്യം വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ച് നിങ്ങൾ വേണമെങ്കിൽ എന്നെ ചീത്ത വിളിച്ചോളൂ. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇത് വർക്കൗട്ട് ആകും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം കേട്ടിട്ട് നേരത്തെ തുടങ്ങുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇൻവെസ്റ്റിംഗ് നമ്മൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് തുടങ്ങാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നതിലും ബെറ്റർ, അതല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു തരത്തിലും ഹെൽപ്ഫുൾ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പോസിബിൾ ആവുന്ന എത്രയും ഏർലിയസ്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്.
നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിനേക്കാളും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട് നമ്മൾ ഒരല്പമെങ്കിലും നേരത്തെ തുടങ്ങുകയാണെങ്കിൽ. ഞാൻ മുന്നേ ഉള്ള എൻ്റെ ഒരു വീഡിയോയിൽ ജോയുടെയും ബോബിൻ്റെയും സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അത് ഓർക്കുന്നുണ്ടായിരിക്കും. അത് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ആ സ്റ്റോറി ഒന്നുകൂടെ പറയാം. ജോയ്ക്കും ബോബിനും 18 വയസ്സാണ്. ജോ $3600 വീതം എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്തു. 8 വർഷം അങ്ങനെ ജോ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ 8 വർഷത്തിന് ശേഷം ജോ ഇൻവെസ്റ്റിംഗ് നിർത്തി. ജോ ഈ ഇൻവെസ്റ്റിംഗ് നിർത്തിയതിന് ശേഷമാണ് ബോബ് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ബോബും ഇതേപോലെ എല്ലാ വർഷവും $3600 വീതം അടുത്ത 39 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും ഓൺ ആൻ ആവറേജ് 10% ആണ് റിട്ടേൺസ് കിട്ടിയതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും 65 വയസ്സാവുന്ന സമയത്ത് ജോയുടെയിലായിരിക്കുമോ ബോബിൻ്റെയിലായിരിക്കുമോ കൂടുതൽ പണം? സംശയമുള്ളവർ ചോദ്യം ഒന്നുകൂടെ കൃത്യമായിട്ട് പോയി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചിന്തിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം തരാം. നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ആ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻ, ഹൗ ഡു വി ഇൻവെസ്റ്റ്? നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. എനിക്കറിയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരും ബാങ്കിൽ ഒരു FD തുടങ്ങാനോ RD തുടങ്ങാനോ പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിംഗ് ചെയ്യാനോ ചിട്ടി തുടങ്ങാനോ അതൊക്കെ പഠിക്കാനായിട്ടല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അതൊക്കെ ചെയ്യിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും മ്യൂച്വൽ ഫണ്ടിന്റെയും ഒക്കെ വലിയ ലോകത്തിലേക്ക് നമുക്ക് ആക്സസ് കിട്ടാനായിട്ട് നമ്മൾ എല്ലാവരും ആദ്യം ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ അക്കൗണ്ടിന്റെ പേരാണ് ഡിമാറ്റ് അക്കൗണ്ട്. സത്യത്തിൽ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെയും നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റിംഗ് പോസിബിൾ ആണ്. പക്ഷേ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു ഹോൾ പ്രോസസ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ആധാർ കാർഡ്, അതേപോലുള്ള കുറച്ച് ഡോക്യുമെന്റ്സും ബാങ്കിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം ഒരു സെൽഫി എടുക്കുന്ന പ്രോസസ് ഉണ്ട്, പിന്നെ ഒരു സിഗ്നേച്ചർ പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഏത് പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതൊരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്ന് തോന്നുന്ന ഏതൊരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് ഗ്രോ ആപ്പിന്റെ വെബ്സൈറ്റ് ആണ്. ഇവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ എന്തൊക്കെ പ്രോസസ് ആണുള്ളത് എന്ന് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രോ ആപ്പിൽ കയറി എന്തൊക്കെ കാര്യങ്ങളാണ്, എവിടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്, എവിടൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഗ്രോ ആപ്പിന്റെ ഒരു കംപ്ലീറ്റ് വാക്ക് ത്രൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഗ്രോ ആപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ബ്രോക്കറിന്റെയും കംപ്ലീറ്റ് വാക്ക് ത്രൂ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നതിന്റെ എല്ലാത്തിന്റെ വാക്ക് ത്രൂ ഞാൻ ചെയ്തു തരാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഓരോ ആപ്പ് എടുത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് വാക്ക് ത്രൂ ഒന്നും ഞാൻ നടത്തുന്നില്ല. പക്ഷെ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഒരു 24 to 48 hours തന്നെ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്രയേറെ ഓപ്ഷൻസ്? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പണം വളരുന്ന ആ ഒരൊറ്റ ഗോളിന് വേണ്ടിയിട്ടാണ് എങ്കിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരൊറ്റ ഓപ്ഷൻ മതിയല്ലോ. എന്തിനാണ് ഇത്രയേറെ ഓപ്ഷൻസ്? എന്തുകൊണ്ട് എല്ലാവർക്കും ചേരുന്ന ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. അതിൽ 1-2 ഞാൻ പറയാം. ആദ്യമായിട്ട്, നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത് ഒരു കാർ ആണെങ്കിലോ വീടാണെങ്കിലോ പോലും എല്ലാവർക്കും ചേരുന്ന ഒരു ഓപ്ഷൻ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഓരോ ആളുകളുടെയും ആവശ്യം ഡിഫറൻ്റ് ആണ്, അവരുടെ കയ്യിലുള്ള പണം ഡിഫറൻ്റ് ആണ്, അവർക്ക് വേണ്ട ലൊക്കേഷൻ ഡിഫറൻ്റ് ആണ്, എല്ലാം വ്യത്യസ്തമായിരിക്കും. സോ നമ്മളൊരു വീട് മേടിക്കുന്ന സമയത്ത് ഇതെല്ലാം നോക്കി നമ്മളുടെ സിറ്റുവേഷന് ഫിറ്റ് ആവുന്ന തരത്തിലുള്ള കാറോ വീടോ ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് കാറോ വീടോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഓരോ ആളുകളുടെയും സിറ്റുവേഷന് മാച്ച് ആവുന്നത് വേണം നമ്മൾ ഇവിടെയും ചൂസ് ചെയ്യാൻ. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ജേർണി പോലെയാണ്. ഇപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്കിപ്പം കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് യാത്ര ചെയ്യണം. എനിക്ക് ആ ഒരു ജേർണി അതല്ലെങ്കിൽ ആ ഒരു യാത്ര നടത്താനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓപ്ഷൻ നമ്പർ 1, എനിക്ക് ഒരു ബസ് കയറി ട്രിവാൻഡ്രം വരെ പോകാം. ചെലവ് വളരെ കുറവായിരിക്കും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. ഇനി ഓപ്ഷൻ നമ്പർ 2, എനിക്കൊരു ടാക്സി വിളിച്ചു പോകാം അല്ലെങ്കിൽ ഒരു കാർ ഓടിച്ചു പോകാം. ഇതിന് ഒരുപാട് പണച്ചെലവ് ഉണ്ടാവും, പക്ഷെ എനിക്ക് ഒരുപാട് സമയം മേ ബി ലാഭിക്കാൻ സാധിച്ചേക്കാം. ഇനി ഓപ്ഷൻ നമ്പർ 3, നടന്നു പോവാം. ഇൻവെസ്റ്റിംഗ് വേൾഡിൽ മേ ബി നമുക്കിതിനെ FD ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാം. എന്നെങ്കിലും ഒരിക്കൽ നടന്ന് നമ്മൾ അങ്ങ് ട്രിവാൻഡ്രത്ത് എത്തുമായിരിക്കാം, പക്ഷെ ഇതൊട്ടും പ്രാക്ടിക്കൽ, അതായത് ഇൻവെസ്റ്റിംഗിന്റെ പെർസ്പെക്റ്റീവിൽ ഇതൊട്ടും പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല. ഇനി 4ാമതൊരു ഓപ്ഷൻ ഹൈബ്രിഡ് ആണ്. അതായത് എനിക്ക് ബസ് സ്റ്റോപ്പ് വരെ എനിക്ക് നടക്കാം. അവിടെ നിന്നും ഞാൻ ഒരു ബസ് പിടിച്ച് ഏതെങ്കിലും ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ചെന്ന് എനിക്ക് ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും എനിക്കൊരു ടാക്സി വിളിച്ച് വേഗം എത്താം. മേ ബി ബസ്സുകൾക്ക് പോകാൻ ഒരുപാട് ബിസി ആയിട്ടുള്ള റൂട്ടിൽ നിന്നും എനിക്ക് ടാക്സി പിടിച്ച് ആ ഒരു ഏരിയ ക്രോസ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് എനിക്ക് എത്രയും പെട്ടെന്ന്
ട്രിവാൻഡ്രത്ത് എത്താം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം ലാഭിക്കാം. പണവും ഒരു ടാക്സി വിളിച്ച് A to B പോകുന്ന അത്ര ആയി എന്ന് വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഹൈബ്രിഡ് ഓപ്ഷനും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാതെ ഓവർ സ്പീഡിൽ 2 വീലറിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പോകാം. അതല്ലെങ്കിൽ ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ വൈറ്റ്ല ഹബിൽ പോയി അവിടെ ബസ് കാത്തു നിൽക്കുന്ന, അതായത് ട്രിവാൻഡ്രത്തോട്ട് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ആളുകളോടൊക്കെ നിങ്ങൾ എന്തിനാണ് ബസ്സിൽ പോകുന്നത്, നിങ്ങൾക്ക് ട്രെയിനിൽ പൊക്കൂടെ, നിങ്ങൾക്ക് കാറിൽ പൊക്കൂടെ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. അവരതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള പണം ഡിഫറൻ്റ് ആണ്, അവരുടെ സമയം ഡിഫറൻ്റ് ആണ്, അവർക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്ക് ഡിഫറൻ്റ് ആണ്. ഇതെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരുന്ന ഒരു ജേണി പിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ ഹോപ്പ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന്. പലരും എന്നോട് മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാരണം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജേണിയും എൻ്റെ ജേണിയും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ചേരണം എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസ് പലപ്പോഴായിട്ട് എങ്ങനെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 വീഡിയോസ് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ടി വരില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ഇൻവെസ്റ്റിംഗിൽ അവൈലബിൾ ആവുന്നത്. എന്തൊക്കെയാണ് ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. അതിനു മുന്നേ മറ്റൊരു കാര്യം, ഹൂ ഷുഡ് നോട്ട് ഇൻവെസ്റ്റ്, ആരാണ് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ. ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ പറയും. കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, കാറ്റഗറി എന്തൊക്കെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് മാറി നിൽക്കുക. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുക. ആദ്യത്തെ ആളുകൾ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പണം, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നിങ്ങളുടെ പണം, നിങ്ങൾക്കത് 1 or 2 വർഷത്തിനകം തന്നെ ആവശ്യമുള്ള പണമാണെങ്കിൽ നിങ്ങളത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ആളുകൾ, ലോൺ അല്ലെങ്കിൽ കടം വാങ്ങി ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത് എന്ന് ഞാൻ മുന്നേ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഇല്ലെങ്കിൽ നിങ്ങൾ പണം സേവ് ചെയ്യാനോ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനോ ശ്രമിക്കുക. അതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയി പോയി എന്ന് കരുതി ഒരു കാരണവശാലും ലോണോ കടമോ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരു 70% ആളുകൾക്കെങ്കിലും ഇതാരും ചെയ്യാത്തൊരു കാര്യമാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നും അവർ ചെയ്തിട്ട് അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നും അവരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് കണ്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ മറ്റുള്ള പല സ്ഥലത്തും കേൾക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഹൈ ഇൻട്രസ്റ്റ് ലോൺ ഉണ്ട് എന്ന് കരുതുക. ഹൈ ഇൻട്രസ്റ്റ് ലോണുമാണ്, അതിനോടൊപ്പം തന്നെ അത്യാവശ്യം വലിയ ഒരു എമൗണ്ടുമാണ് നിങ്ങൾക്ക് എല്ലാ മാസവും അടയ്ക്കാനും ഉള്ളത്. ഈ വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആണ്. ഒരാൾക്ക് വലിയ എമൗണ്ട് മറ്റൊരാൾക്ക് വലിയ എമൗണ്ട് ആയിരിക്കണമെന്നില്ല. പക്ഷേ വലിയ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന സാലറിയുടെ ഒരു വലിയ പോർഷൻ നിങ്ങൾ ഇതിനു വേണ്ടി അടയ്ക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒന്ന്, ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോണുമാണ്, നിങ്ങളുടെ സാലറിയുടെ ഒരു വലിയ പോർഷൻ അതിലേക്ക് അടയ്ക്കേണ്ട ആവശ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ആ ലോൺ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചെങ്കിലോ അതല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങളുടെ ഇൻകം കൂടി ആ അടവ് നിങ്ങളുടെ ഇൻകത്തിന്റെ വലിയൊരു പോർഷൻ അല്ലാതാവുന്ന ഒരു സ്റ്റേജിൽ മാത്രം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ടേക്ക് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ലോജിക്കലി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടെ വിവരമുള്ള വേറെ ഏതെങ്കിലുമൊക്കെ എക്സ്പേർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷനിലും ഞാൻ എൻ്റെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കണക്കുകളും വെച്ചിട്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും മനസ്സിൽ കരുതേണ്ട 2 ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 പാരാമീറ്റേഴ്സ് നോൺ നെഗോഷ്യബിൾ ആണ്. അതായത് ഇത് രണ്ടും കൺസിഡർ ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. മേ ബി നമുക്ക് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമതായിട്ട് ടൈം ഹൊറൈസൺ. നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്ര നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ്
നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള സമയമാണ് ഈ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത്. 20-30 വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അയാളുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലുതാണ്. ആ ആൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ്സിനൊക്കെ വലിയ രീതിയിലുള്ള വോളറ്റിലിറ്റി ഉണ്ടെന്ന് വെക്കുക. അതായത് അതിന്റെ പ്രൈസ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും നീളമുള്ള ഒരു ടൈം ഹൊറൈസൺ ആയതുകൊണ്ട് ഈ ഡൗൺ ടേൺസ് എല്ലാം ഈ ഒരു ടൈം ഹൊറൈസൺ അബ്സോർബ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 20-30 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇതിന്റെ പ്രൈസ് താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോയി എന്ന് വെച്ച് ഓവറോൾ ഇത് മുന്നോട്ട് നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും തരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഡൗൺ ടേൺ ഒക്കെ ഈ ടൈം ഹൊറൈസൺ അബ്സോർബ് ചെയ്യും. ഇനി നേരെ തിരിച്ച് വേറെ ഒരു ഇൻവെസ്റ്റർ 3 വർഷത്തിന് ശേഷം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വലിയ റിസ്ക് ഉള്ള അതല്ലെങ്കിൽ നല്ല രീതിയിൽ വോളറ്റിലിറ്റി ഉള്ള ഒരു അസറ്റ് അവർ ചൂസ് ചെയ്താൽ അത് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. ആ മാർക്കറ്റിൽ അതല്ലെങ്കിൽ ആ അസറ്റിന് വരുന്ന ആ ഒരു വോളറ്റിലിറ്റിയോ ഡൗൺ ടേണോ ഒന്നും പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള സമയം ഈ 3 വർഷത്തിലില്ല. അപ്പൊ അതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത് ടൈം ഹൊറൈസൺ. ഇനി രണ്ടാമത് റിസ്ക് ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നും, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ റിസ്ക് എടുക്കാം. അങ്ങനെ നമുക്ക് പുറമേ നിന്ന് വെറുതെ ഇരുന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു ഇമോഷണൽ സൈഡും ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ സൈഡും ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ഇല്ല എങ്കിൽ, അതായത് ഈ ഇമോഷണൽ ടോളറൻസും ഫിനാൻഷ്യൽ ടോളറൻസും ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 10 ലക്ഷം രൂപയാണ് ഞാൻ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത്. മാർക്കറ്റിൽ ഒരു വലിയ പ്രോബ്ലം വരുന്നു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ഇപ്പോൾ കോവിഡ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു, നമ്മുടെ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം രൂപയുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയായി എന്ന് കരുതുക. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ ടോളറൻസും ഫിനാൻഷ്യൽ ടോളറൻസും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 6 ലക്ഷം രൂപയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള എല്ലാം വിറ്റ് 6 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എൻ്റെ നഷ്ടം എത്രയാണ്? 4 ലക്ഷം രൂപ. അതേസമയം എനിക്ക് മോശമില്ലാത്ത ഇമോഷണൽ ടോളറൻസും ഫിനാൻഷ്യൽ ടോളറൻസും ഉണ്ടെങ്കിൽ ഞാനപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ ഒരു വലിയ ഇഷ്യൂ വന്നതുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയത് എന്നും ഞാൻ ഇതിലേക്ക് ഹോൾഡ് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇത് തിരികെ കയറുകയും മേ ബി എനിക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺസും കിട്ടിയേക്കാം എന്നുള്ള ആ ഒരു ടോളറൻസോട് കൂടി ഞാൻ അതിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിന്നാൽ തിരികെ ഇത് 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഒക്കെ മുകളിൽ ചെന്ന് മേ ബി 15 ലക്ഷം ആയിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് ഇത് വിൽക്കുന്നത്. അപ്പൊ 4 ലക്ഷം രൂപ ലോസ് വരേണ്ടടുത്ത് എനിക്ക് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ആണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകുന്നത് കാണുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ, അതല്ലെങ്കിൽ ഒട്ടും ഇമോഷണൽ ടോളറൻസും ഫിനാൻഷ്യൽ ടോളറൻസും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വലിയ വോളറ്റിലിറ്റി ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. വലിയ വോളറ്റിലിറ്റി ഉള്ള സ്ഥലം ഏതൊക്കെയാണ്? ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ വോളറ്റിലിറ്റി ഉള്ള സ്ഥലമാണ്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് അതിലേറെ വോളറ്റിലിറ്റി ഉള്ള സ്ഥലമാണ്. വോളറ്റിലിറ്റി കുറഞ്ഞ സ്ഥലം ഏതൊക്കെയാണ്? ബോണ്ട്, ഗോൾഡ്, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്, അതല്ലെങ്കിൽ FD, RD തുടങ്ങിയ സ്ഥലത്തൊക്കെയാണ് ഈ വോളറ്റിലിറ്റി വളരെ കുറവ് എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, വോളറ്റിലിറ്റി കുറയുന്നതനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ റിട്ടേൺസും കുറയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്നാമത് പറഞ്ഞത് ടൈം ഹൊറൈസൺ, രണ്ടാമത് പറഞ്ഞത് റിസ്ക് ടോളറൻസ്, ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല കമ്പനി കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട, അതിന് ശ്രമിക്കുകയും വേണ്ട. കാരണം അത് വളരെ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്പനി നല്ലതായിട്ട് വരുമോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡും ഒരുപാട് പൊട്ടൻഷ്യൽ റിസ്ക്കും ഉള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പണം കൊണ്ടുവരുന്നു. അവരെല്ലാവരും അവരുടെ കയ്യിലിരിക്കുന്ന പണം ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. അതിനുശേഷം നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വന്ന് ഈ ബാസ്ക്കറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ നിന്നും റിട്ടേൺസ് ഉണ്ടാക്കുന്നു. ആ റിട്ടേൺസ് ഉണ്ടാക്കിയതിനു ശേഷം പണമിട്ട എല്ലാവർക്കുമായിട്ട് ഈ റിട്ടേൺസ് വീതിച്ചു കൊടുക്കുന്നു. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾ എടുത്തുകൊണ്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് എപ്പോഴും പോസിറ്റീവ് റിട്ടേൺസ് കിട്ടണം എന്നൊന്നുമില്ല. നെഗറ്റീവ് റിട്ടേൺസ് കിട്ടാനും ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും നെഗറ്റീവ് റിട്ടേൺസ് വരാനും ഉള്ള സാധ്യത ഉണ്ട്.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു സാധനമല്ല, അവിടെയും ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊരു ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇഷ്ടം പോലെ കാറ്റഗറീസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അവിടെയും റിസ്ക് കൂടുതലും റിസ്ക് കുറഞ്ഞതും ഒരുപാട് പൊട്ടൻഷ്യൽ റിട്ടേൺസ് ഉള്ളതും പൊട്ടൻഷ്യൽ റിട്ടേൺസ് വളരെ കുറഞ്ഞതുമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ പെട്ടെന്ന് കുറച്ച് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് കരുതുക. ഈ ലാർജ് ക്യാപ്പിലെ ക്യാപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ആണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ, ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വലിപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് വെച്ചാൽ വലിയ കമ്പനികൾ. അപ്പൊ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്. അപ്പൊ ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയ കമ്പനികളിലായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. കാരണം വലിയ കമ്പനികളെല്ലാം തകർന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ അതേസമയം അവിടുത്തെ റിട്ടേൺസും മീഡിയം ആയിരിക്കും. ലോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, മീഡിയം ആയിരിക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റിട്ടേൺസും കിട്ടും, അത്യാവശ്യം സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സ്മോൾ ക്യാപ് ഫണ്ടിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പേര് പറയുന്നത് പോലെ തന്നെ ചെറിയ കമ്പനീസിൽ എന്തിനാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ വളരെ ചെറിയൊരു കമ്പനി, ആ കമ്പനി നല്ല അടിപൊളി കമ്പനിയാണ് എന്ന് കരുതുക. ഞാൻ ആ കമ്പനിയിൽ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ കമ്പനി ഒരു സ്മോൾ കമ്പനി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല കമ്പനി ആണെങ്കിൽ, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വന്നാൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട 100 രൂപ ചിലപ്പോൾ 1000-ഓ 10,000-ഓ ലക്ഷമോ ആയി എന്ന് വരാം. പക്ഷെ അതേസമയം തന്നെ ഒരു സ്മോൾ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് ക്യാപ്പ് കമ്പനികളിൽ കണ്ട പോലത്തെ സ്റ്റെബിലിറ്റി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു സ്മോൾ കമ്പനി പല കാരണങ്ങളാൽ അത് തകർന്നു പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ അവിടെ റിസ്ക് ഒരുപാട് കൂടുതലാണ് എങ്കിലും പൊട്ടൻഷ്യൽ റിട്ടേൺസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ചൂസ് ചെയ്യുന്നത്. കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അവരുടെ എല്ലാ പൈസയും കൊണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിലൊന്നും ഇടുന്നതായിട്ട് നമ്മൾ സാധാരണ കാണാറില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായേക്കാം. പക്ഷെ മിക്ക ആളുകളും അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ പോർഷൻ, അതല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ടായിരിക്കും അവർ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് മേ ബി മിഡ് ക്യാപ് ഫണ്ട് പോലത്തെ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പണത്തിന്റെ ചെറിയൊരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ റിസ്ക് കൂടുതലായിരിക്കും, പക്ഷേ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുണ്ട്. ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് തന്നെ പല തരത്തിലുള്ള ക്യാപിറ്റലൈസേഷനുള്ള കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിൽ തന്നെ അവർ ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ് ഫണ്ട് നല്ലപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഫ്ലെക്സി ക്യാപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സ് എന്ന് വെച്ചാൽ സൂചിക എന്നാണ് അർത്ഥം. ഇൻഡെക്സ് ഫണ്ടിനെ പറ്റി മാത്രം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് സൂചികയാണ്. നമ്മുടെ ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനികൾ, അതല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന സൂചിക, അതല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 50 കമ്പനീസ് ആണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബാങ്കിങ് കമ്പനീസ് ആണ്. ഇപ്പൊ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഈ നിഫ്റ്റി 50-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ്. ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് വളരുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണവും മുമ്പോട്ട് വളരും. എനിക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 3 വീഡിയോസ് നിങ്ങൾ സമയം പോലെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കുത്തിക്കയറ്റി ആകെ നമുക്ക് ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ വീഡിയോ, ഇവിടെ കാണുന്ന വീഡിയോ. ഇതിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ റിസ്ക് മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്രാഫ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴാണ് അവിടെ റിസ്ക് കൂടുന്നത് എന്നും എങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊരു ബൗണ്ടറി വരച്ചിട്ട് അതിന് മുമ്പോട്ടുള്ള സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വീഡിയോ ഈ കാണുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഓരോ കാറ്റഗറിയും എടുത്തിട്ട് അതിൽ ഓരോന്നും എന്താണ്, അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ഈ വീഡിയോ ഓരോ ആളുകളുടെയും ഗോൾസ് വെച്ചിട്ട്,
അതായത് ഓരോ ആളുകളുടെയും ഗോൾസ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെയും ലക്ഷ്യം 3 വർഷത്തെ ഗോൾ ഉണ്ടായിരിക്കാം, 7 വർഷത്തെ ഗോൾ ഉണ്ടായിരിക്കാം, 10 വർഷത്തിന് മുകളിലുള്ള ഗോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്കുള്ള ഓരോ ഗോളും വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ആണത്. ഇപ്പോൾ 7 വർഷം കഴിയുമ്പോൾ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ 10 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 15 വർഷത്തിന് മുകളിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് നീ കൺസിഡർ ചെയ്യാം. ഇനി 2 വർഷത്തേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 2 വർഷം കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് ആവശ്യം വരുന്ന പണമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് കൺസിഡർ ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ 3 വീഡിയോ കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല പോലെ നിങ്ങൾക്ക് ബിഗിനർ ഇൻവെസ്റ്റിംഗിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇനി മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മാത്രം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോ A to Z ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ ഞാനത് ചെയ്യാം. ഞാൻ പണ്ട് ഇതേപോലെ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുകയായിരുന്നു, കാരണം ആളുകൾക്ക് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ ഇനിയും നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അത് പറഞ്ഞാൽ അങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോ ഞാൻ ചെയ്യാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ 5 ഇമ്പോർട്ടൻറ്റ് ബുള്ളറ്റ് പോയിന്റ്സ്. ഒന്നാമതായിട്ട് ജോബിന്റെയും ബോബിന്റെയും സ്റ്റോറി അതെങ്ങനെയാണ് എന്ന് ഈ വീഡിയോ കണ്ട 50% ആൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല, ബാക്കി 50% ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജോയുടെയിലാണോ ബോബിന്റെയിലാണോ കൂടുതൽ പണം എന്നായിരുന്നു ചോദ്യം. ജോ ആകെ 8 വർഷം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ബോബ് ആണെങ്കിൽ ടോട്ടൽ 39 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ജോയുടെ കയ്യിൽ ബോബിനേക്കാളും കൂടുതൽ $2,73,000 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണം ജോ 8 വർഷം മുന്നേ തുടങ്ങി എന്നുള്ളതാണ്. ഇൻവെസ്റ്റിംഗ് അയാൾ നിർത്തിയിട്ട് പോലും അയാളുടെ പണം ഗ്രോ ചെയ്തുകൊണ്ടേയിരുന്നു. രണ്ടുപേരുടെ ഇൻവെസ്റ്റ്മെന്റും രണ്ടുപേരുടെ ഓരോ വർഷത്തെയും ഗ്രോത്തും ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അസംഷൻ 2 പേർക്കും 10% വീതം എല്ലാ വർഷവും റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് എന്നാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ വർഷവും 10% റിട്ടേൺസ് കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് ഒരു കണക്കിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് തരും എന്നത് മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻവെസ്റ്റിംഗ് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള മാർഗം നോക്കുക. ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കാൻ നിങ്ങൾ ഒരു ദിവസം 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വരുമാനം കൂട്ടാനായിട്ട് 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുക. എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന്. പക്ഷെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം കൂടുതൽ പ്രയോറിറ്റിയോടുകൂടി ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, പേര് ഇഷ്ടമുള്ള ഓട്ടോയിൽ കയറാൻ നിൽക്കുന്നവരോടാണ് ഇത് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബെസ്റ്റ് പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആളുകളോട്. സെബി രജിസ്റ്റേർഡ് ആയ, നമുക്ക് വലിയ മോശമില്ല എന്ന് തോന്നുന്ന ഇന്റർഫേസ് ഉള്ള, നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഏതൊരു പ്ലാറ്റ്ഫോമും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരാരുമല്ല നമ്മുടെ പണം കയ്യിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല പേര് നോക്കി പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ജോയുടെയും ബോബിന്റെയും കഥ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. ഇനി നാലാമത്, 20 കിലോമീറ്റർ 5 മിനിറ്റ് കൊണ്ട് നമ്മളെ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറിയവരോടാണ് എനിക്കിനി പറയാനുള്ളത്. 35% റിട്ടേൺസ് ഉണ്ടാക്കി തരാം, 40% റിട്ടേൺസ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ വരുന്ന ആളുകളോട് ടാറ്റ ബൈ ബൈ പറയുക. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. 1 ലക്ഷം രൂപ കൊണ്ട് എല്ലാ മാസവും എനിക്ക് 10% റിട്ടേൺസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരാൾ 5 വർഷം കൊണ്ട് ആ 1 ലക്ഷം രൂപ 2 കോടി രൂപയാക്കും. ഇനി 5 വർഷം കൊണ്ട് നിർത്തിയില്ല, മറ്റൊരു 5 വർഷം കൂടി ഇത് കണ്ടിന്യൂ ചെയ്താൽ അദ്ദേഹത്തിന്റെ കയ്യിൽ $4 ട്രില്യൺ ഉണ്ടായിരിക്കും. $4 ട്രില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിലയൻസ് തൊട്ട് HDFC തൊട്ട് എല്ലാ കമ്പനിയും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ പോലും ഏകദേശം $4 ട്രില്യൺ വരൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ലാഭം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഇവർ നമുക്കുണ്ടാക്കി തരുന്ന ഈ ലാഭം അവർ സ്വയം ഉണ്ടാക്കിയാൽ വെറും 10 വർഷം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാശുകാരനോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാശുകാരിൽ ഒരാളോ ആയി മാറും. പിന്നെ എന്തിനാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു തരുന്നത് എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ട് ഉണ്ടാക്കിയ പണം വെറുതെ ആർക്കും കൊടുക്കാതിരിക്കാനും ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് 4ാമത്തെ പോയിന്റ് തന്നെയാണ്. എനിക്കറിയില്ല എത്ര പേരാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരു ചേട്ടൻ പറഞ്ഞു ഒരുപാട് പൈസ ഉണ്ടാക്കി തരാം, അതുകൊണ്ട് അവിടെ ഇത്രയും പൈസ കൊടുത്തു, ഇത്ര രൂപ അവിടെ കൊടുത്തു, അവര് എല്ലാ മാസവും ഇത്ര രൂപ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പണം ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അതിനേക്കാളും 10 ഇരട്ടി ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി ഏൺ ചെയ്തുണ്ടാക്കിയ പണം പ്രൊട്ടക്ട് ചെയ്യുക എന്നത്. നമ്മൾ ഉണ്ടാക്കിയ പണം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലോജിക്കും ബോധവും നമുക്കില്ലെങ്കിൽ നമ്മൾ
ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഈ പണം ആരെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കയ്യിലിരിക്കുന്ന പണം പ്രൊട്ടക്ട് ചെയ്യാൻ പഠിക്കുക. ഇനി അവസാനമായി SIP ചെയ്ത് ആരെങ്കിലും ഒക്കെ പണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാ മാസവും 10,000 രൂപയാണെങ്കിൽ എല്ലാ വർഷവും ഞാൻ 10% വെച്ച് എൻ്റെ ഇൻവെസ്റ്റിംഗ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 12% റിട്ടേൺസ് കിട്ടിയാൽ 15 വർഷം കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടായിരിക്കും. പക്ഷേ 15 വർഷം കഴിഞ്ഞാൽ 1 കോടി രൂപ എന്തെടുക്കാനാണല്ലേ? നമുക്ക് 5 കോടി പ്ലാൻ ചെയ്യാം. 15,000 രൂപ ഞാൻ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് 12% വെച്ച് ഞാൻ എല്ലാ വർഷവും സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ 23 വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ 5 കോടി രൂപ ഉണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം കണക്കുകളാണ്. ഇതൊക്കെ ആരെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ? മ്യൂച്വൽ ഫണ്ട് ക്രോർപതി ടെസ്റ്റിമോണിയൽസ് എന്ന് വെറുതെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ടെസ്റ്റിമോണിയൽസ് കിട്ടും. കുറച്ച് ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം. ഇവരൊന്നും പറയുന്നത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. ഇവർ ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ കയറി നോക്കി അവരുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും പറഞ്ഞ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് തന്നെ ഡബിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരുപാട് ഡൗട്ട് അടിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കയ്യിലുള്ള പണം ചെറുതാണെങ്കിലും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് മുന്നോട്ട് റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എനിക്കറിയാം നമ്മൾ ഒരുപാട് സംസാരിച്ചു എന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കുക. 2026 എന്ന് പറയുന്നത് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാവട്ടെ. ഇനി നിങ്ങളുടെ ഗോൾ അനുസരിച്ച് കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.